ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ ഐസ്ക്രീം സ്റ്റിക്കുകൾ വെച്ചിട്ടാണ്. എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ഹോം ഡെക്കോറും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ സ്റ്റിക്കുകളൊക്കെ ഇതുപോലെ ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒട്ടിപ്പുകൾ അങ്ങനെ വിട്ടുപോയാലോന്ന് ഓർത്തിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എൻ്റെ ബാക്ക് സൈഡിലായിട്ട് വെർട്ടിക്കലായിട്ട് 2 സ്റ്റിക്കുകൾ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2 DIY വീഡിയോസിനും നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഇനി അങ്ങോട്ട് ഇതുപോലുള്ള വീഡിയോസ് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്റ്റിക്കുകളൊക്കെ ഏറെക്കുറെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ആവാലേ. ഈ ഒരു പിങ്ക് കളറാണ് ഞാൻ ഈ ഒരു ഫ്രെയിമിന് കൊടുത്തത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടികളിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതുപോലത്തെ 2 സ്റ്റിക്കുകളും മേളിലും ഒരെണ്ണം താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഏതായാലും ഒരു വഴിക്ക് പോവുകയല്ലേ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിന്റെ മുകളിലായിട്ട് ഓരോ സെറ്റും കൂടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഫ്രെയിമിന്റെ അവസ്ഥ ഇതാണ്. ഇനി ഇത് ഈ എക്സ്ട്രാ നിൽക്കുന്ന 2 പീസുകളും കട്ട് ചെയ്ത് മാറ്റണം. ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ ഇതൊരു വീടിന്റെ ഷേപ്പൊക്കെ പോലെ തോന്നുന്നുണ്ടല്ലേ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇതേപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരു 5 പീസ് എടുത്ത് അടിയിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ പീസുകളൊക്കെ തന്നെയാണ് ഒട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് അത് കാണാത്ത രീതിയിൽ ഒരു സ്റ്റിക്ക് കൂടി വെച്ച് ഒട്ടിച്ച് സെറ്റാക്കി. ബാക്കി നിന്ന പോർഷൻസിൽ ഒരു ബ്ലൂ കളറാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ക്ലേ യൂസ് ചെയ്തിട്ട് കുറച്ച് അലങ്കോല പണികൾ കൂടി ഞാൻ ചെയ്തായിരുന്നു. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീ ഹോൾഡർ ആണ്, അതുപോലെ തന്നെ ഒരു ഹോം ഡെക്കോറും ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.